ജില്ലയിലെ കൊളറ വ്യാപനം പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ ആരോഗ്യ ഓഫീസർ ഡോക്ടർ ബിന്ദു മോഹൻ. സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് കൂടുതൽ തീരുമാനമെടുക്കും. നെയ്യാറ്റിൻകര കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി സ്കൂളിലെ കോളറ പശ്ചാത്തലത്തിൽ ജില്ലയിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും DMO ഡോക്ടർ ബിന്ദു മോഹൻ ജനം ടിവിയോട് പറഞ്ഞു. ജില്ലയിലെ കോളറ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ജില്ലാ ആരോഗ്യ ഓഫീസർ ഡോക്ടർ ബിന്ദു മോഹൻ തന്നെ ജനം ടിവിയോട് ഇപ്പം ചേരുകയാണ്. മാഡം, ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഈ ഹോസ്റ്റലിലെ 12 പേർക്കാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. ജില്ലയുടെ പൊതുസ്ഥിതി എങ്ങനെയാണ്? ജില്ലയിലും ആകെ 12 കേസുകൾ മാത്രമാണ്. ഇവിടെ നിന്നുള്ള കേസുകൾ മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളതല്ല. ഒരു കേസാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് കേസുകൾ വയറിളക്കമായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ്. ഇവിടെ ഉണ്ടായ മരണം ഇത് സംബന്ധിച്ച് തന്നെയാണോ? ഈ ആരോഗ്യ കാരണം പ്രശ്നത്തിൽ തന്നെയാണോ മരണം സംഭവിച്ചുള്ളത്? മൂലമാണ് മരണം അടഞ്ഞിട്ടുള്ളത്, പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ കൂടുതൽ പരിശോധനകൾ എന്തെങ്കിലും നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിലെ ആശുപത്രികളിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കാനോ എന്തെങ്കിലും നിർദ്ദേശം നൽകുന്നുണ്ടോ? ഐസൊലേറ്റ് ചെയ്യണം. പേഷ്യൻസിന് പ്രത്യേകം ക്വാറന്റൈൻ ചെയ്ത് പ്രത്യേകം കിടത്തണം, അല്ലെങ്കിൽ പകർച്ച പെട്ടെന്നായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഐരാണിമുട്ടത്ത് ഐസൊലേഷൻ വാർഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന പേഷ്യൻസിനെല്ലാം അങ്ങോട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇതുവരെ മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് വരുവാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നിന്നുള്ള ഒരാൾക്കാർ നെയ്യാറ്റിൻകര, പാറശാല തൊട്ടടുത്തുള്ള ആശുപത്രികളിലൊക്കെ ആയിരിക്കും ചികിത്സാദ്യം നേരിടുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ ഏതെങ്കിലും ഇവരുടെ സഞ്ചാരമാർഗം കൂടുതൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്താൻ ഇല്ല, അവർ പോയി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് വന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴേ തന്നെ ഞങ്ങൾ അവിടോട്ട് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറയുവാണ്. കാരണം ഇവിടെ മറ്റ് പേഷ്യൻസിനെ കൂടെ അഡ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് അവർ ഐസൊലേറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അവർ അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ മാഡം വന്നതിന് ശേഷം പരിശോധന നടക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ഈ വൃത്തിഹീനമായതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ശുചീകരണ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ പകർച്ചവ്യാധിയുടെ ഒരു കാരണം? അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. വളരെ വൃത്തിയായിട്ട് നടത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. വെള്ളം തന്നെ ഒരു RO പ്ലാന്റ് ഉണ്ട്. പരിസരമൊക്കെ ശുചിയായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത്. ആഹാരം കൊടുക്കുന്ന സ്ഥലവും രോഗികൾ കിടക്കുന്ന സ്ഥലവും അവരുടെ വസ്ത്രങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെയാണ്. പക്ഷേ ഒരു മെൻ്റലി ചലഞ്ച് ആയിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് പകരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിനുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെയുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ നടത്തണമെന്നതാണ് ജില്ലാ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നത്. ക്യാമറമാൻ അജിത്തിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.